അങ്ങനെ ഞങ്ങൾ തൃശ്ശൂർ പൂരം കാണാൻ പോയപ്പോൾ എടുത്ത പാർട്ട് 1 വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പാർട്ട് 2 ആണ്, ചെറിയൊരു വീഡിയോ ആണ്. നല്ല തിരക്കുണ്ടായിരുന്നു. പോയി കയറിയതും എടുത്തൊരു വീഡിയോ ആണ് ഇത്. അകത്ത് കയറിയപ്പോൾ ഫസ്റ്റ് കണ്ട ഒരു വീഡിയോ ആണ് ഇത്. ഇത് കഴിഞ്ഞിട്ട് തിരക്ക് കൂടി, നല്ല തിരക്കായി. ഇത് ഗ്രൗണ്ടാണ്, ഒരു വലിയൊരു പാർക്കാണ്. അപ്പോൾ പാർക്കിൽ വെച്ചിട്ടാണ്, ഈ ദുബായ് ഫ്രെയിമിൻ്റെ അടുത്തുള്ള ഒരു പാർക്കാണ്. അവിടെ വെച്ചിട്ടാണ് ഈ തൃശ്ശൂർ പൂരം അവർ കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. അത് അമ്പലമൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ആന ഉണ്ടായിരുന്നു. ആന ഇലക്ട്രിക്കൽ ആണ്, ഒറിജിനൽ അല്ല. പക്ഷേ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതൊക്കെ ചെവിയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. കുട്ടികൾക്കൊക്കെ, മോനും മോക്കുമൊക്കെ അത് ഇഷ്ടമായി. അവിടെ കുറച്ച് നേരം നമ്മൾ നിന്നു, ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തുകൊണ്ട് നിന്നു. അത് കഴിഞ്ഞിട്ട് ഘോഷയാത്ര ഉണ്ടായിരുന്നു. ഘോഷയാത്ര തിരിച്ച് വന്നുകൊണ്ടിരുന്ന സമയമായിരുന്നു. അപ്പോൾ തിരക്ക് നന്നായിട്ട് കൂടിയുണ്ട്. ഞങ്ങൾ കുഞ്ഞുങ്ങളുള്ളതല്ലേ, അതുകൊണ്ട് ഞങ്ങൾ പുറകിലോട്ട് പോയി നിന്നു. നമ്മൾ നല്ല പുറകിലോട്ട് പോയി നിന്നു, തിരക്ക് കുറഞ്ഞ ഭാഗത്തോട്ട് പോയി. അല്ലെങ്കിൽ മോളും മൂക്കും ശരിയാവില്ല, കരയും. അപ്പോൾ നമ്മൾ നല്ല തിരക്കൊഴിഞ്ഞെടുത്ത് വന്നപ്പോൾ അവിടെ ഒരു ആനയെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടുത്ത് പോയി കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. പക്ഷേ എൻ്റെ ദേഹം ഞങ്ങളിങ്ങനെ തൊട്ട് നോക്കിയപ്പോൾ ഭയങ്കര ഹാർഡായിരുന്നു. ആനയുടെ ഒരു ഇതുപോലെ ഇരുന്നു തൊട്ടപ്പോൾ. ഒരു നല്ല ഭംഗി, രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ കുട്ടികൾക്ക് കുറച്ച് ഐസ്ക്രീമും ഞങ്ങൾ സ്വീറ്റ്സും ചോക്ലേറ്റ്സും ഒക്കെ അവിടെ നിന്ന് വാങ്ങി കഴിച്ചു. നമ്മുടെ അമ്പലങ്ങളിൽ കാണുന്ന ആ ഷോപ്സൊക്കെ ഞാൻ പ്രതീക്ഷിച്ചാണ് പോയത്. കുറേ കളിപ്പാട്ടങ്ങളൊക്കെ വെച്ചിരിക്കും, അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചായിരുന്നു ഞാൻ പോയത്. പക്ഷെ ആ ഷോപ്സൊന്നും അവിടെ ഇല്ലായിരുന്നു. അവിടെ നമ്മുടെ UAE ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ഷോപ്സ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് കുറച്ച് സ്വീറ്റ്സൊക്കെ വാങ്ങി. പിന്നെ ഗാനമേള ഉണ്ടായിരുന്നു. രമേശ് പിഷാരടി, അതിഥി രവിയരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ദൂരെ നിന്നിട്ടാണ് കണ്ടത്, നേരെ കാണാൻ പറ്റിയിട്ടില്ല. കുട്ടികൾക്ക് പാട്ടൊക്കെ കേട്ട് അവർ ഭയങ്കര ഡാൻസ്, മോനുമൊക്കെ നല്ല ഡാൻസും കളിച്ചു. അവർ അവിടെ തിരക്ക് കുറവായതുകൊണ്ട് അവർക്ക് ഒത്തിരി കളിക്കാൻ പറ്റി. അപ്പോൾ അവരവിടെ നിന്ന് ഒത്തിരി കളിച്ചുകൊണ്ട് നിന്നു. കുറേ നേരം നമ്മൾ അവിടെ നിന്നു. രാത്രി ആയതിന് ശേഷമാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് ഇറങ്ങിയത്. പിള്ളേർ നന്നായിട്ട് നിന്ന് കളിച്ചോട്ടെ എന്ന് വിചാരിച്ചു.